Hi students, welcome back to another video of X and Y Learning. So this is our NSMC preparation series. NSMC, that is National Science and Math Championship, conducted by X and Y Learning in collaboration with the Hindu in School. So നമ്മൾ കുറച്ചായി ഒരു പ്രിപ്പറേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് മാത്സിലെ ഡാറ്റ ഹാൻഡലിംഗ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതുവരെ നമ്മൾ ചെയ്തു വന്നത് എന്താണ്, കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ഓർ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ അതും ചെയ്യും. ആൻഡ് അതിന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കണ്ടന്റുകളും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ആവറേജ് സ്കോർ ഓഫ് 15 സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ഇസ് 70. ആവറേജ് സ്കോർ ഓഫ് 15 സ്റ്റുഡൻസ് 70. When the scores of 5 more students are added, the average becomes 72. What is the average score of the 5 new students എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ആവറേജ് അല്ലേ. യെസ്, എന്താണ് ആവറേജ്? ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോ ഇപ്പോഴത്തെ കേസിൽ സ്കോറുകളാണ് അല്ലെ, 15 സ്റ്റുഡൻസിന്റെ സ്കോർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 15 സ്റ്റുഡൻസിന്റെ സ്കോറും നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ആ ടോട്ടൽ സം എടുക്കും, ടോട്ടൽ സ്കോർ എടുക്കും, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതായത് ഇവിടുത്തെ കേസിൽ 15, അതിനെയാണ് നമ്മൾ ആവറേജ് എന്ന് വിളിക്കുന്നത്. ഏതൊരു കേസിലും കുറെ നമുക്ക് ഒബ്സർവേഷൻസ്, ഇപ്പൊ ഞാൻ 3, 7, 8, 8, 9, ഇപ്പൊ ഇത് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻസ് മൊത്തം ആഡ് ചെയ്ത് ഇതിന്റെ സം എടുക്കും, ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യും. അത്രയും സിമ്പിൾ ആണ് എന്താണ് ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ നമുക്ക് തന്നിട്ടുണ്ട് ആവറേജ് സ്കോർ ഓഫ് 15 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്സസ് 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ അതിലേക്ക് നമ്മൾ 5 സ്റ്റുഡൻസിന്റെ സ്കോറും കൂടി ആഡ് ചെയ്തപ്പോൾ എന്തായി, ആവറേജ് 72 ആയി. 70 ഉള്ളത് 72 ആയി. അങ്ങനെയാണെങ്കിൽ ആ ഒരു പുതിയതായി നമ്മൾ ആഡ് ചെയ്ത 5 സ്റ്റുഡൻസിന്റെ ആവറേജ് സ്കോർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തറിയാം, ആവറേജ് സ്കോർ ഓഫ് 15 സ്റ്റുഡൻസ്, ഞാൻ ബ്രാക്കറ്റിൽ ജസ്റ്റ് എഴുതാണ്, 15 സ്റ്റുഡൻസിന്റെ ആണെന്ന് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റത്തത്. ഓക്കെ, അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 70 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്കോർ കാണുക? യെസ്, ടോട്ടൽ സ്കോർ അല്ലെ, എല്ലാവരുടെയും സ്കോർ നമ്മൾ ആഡ് ചെയ്ത് ഇതിനാണ് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, സോ അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 70 ആണ്. സോ നമുക്ക് ടോട്ടൽ സ്കോർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 15 ആണ് അല്ലെ. 15 is equal to 70. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്കോർ എത്രയാ വരിക, ടോട്ടൽ സ്കോർ is equal to ഈ 15 അങ്ങോട്ട് കൊണ്ടുപോയ പോരെ. യെസ്, 70 into 15 എന്ന് വരും. ഓക്കെ, അതായത് 15 സ്റ്റുഡൻസിന്റെ ടോട്ടൽ, അവരുടെ എല്ലാ ആൾക്കാരുടെയും സ്കോറിന്റെ സമ്മ് നമ്മൾ എടുത്താലുള്ളതാണ് ഈ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. അതപ്പോ എത്രയാണ്, 15 into 7 ചെയ്താൽ എത്ര വരാ, 5 into 7 35, 1 into 7 7 10 അല്ലെ, 1050 എന്ന് വരും, 1050. ഓക്കെ, അതാണ് 15 സ്റ്റുഡൻസിന്റെ ടോട്ടൽ. എല്ലാവരുടെയും സ്കോർ നമ്മൾ ആഡ് ചെയ്താൽ 1050 ആണ് വരാം. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ആവറേജ് സ്കോറിൽ, ഈ ഒരു സ്കോറിലേക്ക് അല്ലെ നമ്മൾ 5 സ്റ്റുഡൻസിനെയും കൂടി സ്കോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് സ്കോർ 72 ആവുന്നുണ്ട്. അതായത് ആവറേജ് സ്കോർ, ന്യൂ ആവറേജ് സ്കോർ എന്ന് എഴുതാം അല്ലെ. ന്യൂ ആവറേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്, ന്യൂ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് 72 ആണെന്ന് അല്ലെ. ദാറ്റ് ഈസ് ടോട്ടൽ സ്കോർ ഇപ്പൊ എത്ര സ്കോർ, ഇപ്പൊ ആരുടെയൊക്കെയാണ്, 15 സ്റ്റുഡൻസിന്റെ അല്ല, 20 സ്റ്റുഡൻസ് ആയില്ലേ. 15 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതിലേക്ക് 5 സ്റ്റുഡൻസിന്റെ സ്കോറും കൂടെ വന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ കാണിക്കുന്നുണ്ട് 20 ആണെന്ന് കേട്ടോ. ബ്രാക്കറ്റിൽ ജസ്റ്റ് കാണിക്കുകയാണ്, 20 ആൾക്കാരുണ്ട്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ എത്രയായി, 20 ആയി അല്ലെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20 ആയി, വിച്ച് ഇസ് ഈക്വൽ ടു 72. ഓക്കെ, അപ്പൊ എത്രയാണ് ടോട്ടൽ സ്കോർ ന്യൂ ആണ് കേട്ടോ, ന്യൂ ടോട്ടൽ സ്കോർ ഡിവൈഡഡ് ബൈ എത്രയാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് യെസ് 20 ആണ്. 15 + 5 20 എന്ന് വന്നു. 20 is equal to 72 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ സ്കോർ എത്ര, ന്യൂ ടോട്ടൽ സ്കോർ എത്ര, ടോട്ടൽ സ്കോർ ന്യൂ എത്രയാ വരുന്നേ, യെസ് ഈ 20 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലെ. ഈ ഒരു 20 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ദാറ്റ് ഈസ് 72 into 20 അല്ലെ. 72 into 20 എത്രയാ വരിക, 1440 എന്നാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും കണ്ടുപിടിച്ചു. എനിക്ക് എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു പുതിയതായി നമ്മൾ ആഡ് ചെയ്ത 5 സ്റ്റുഡൻസിന്റെ ആവറേജ് സ്കോർ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യത്തെ 15 സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ ഞാൻ ആദ്യം കണ്ടുപിടിച്ചു അല്ലെ. ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു ആ ഒരു 1050 എന്ന് പറയുന്നത് ആ ഒരു 15 സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു അതായത് 5 സ്റ്റുഡൻസിന്റെ സ്കോറും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടൽ സ്കോർ ഇപ്പൊ എത്രയായി, 1440 എന്നായി. അപ്പൊ എന്തായിരിക്കും ഈ ഒരു 5 സ്റ്റുഡൻസിന്റെ മാത്രം ടോട്ടൽ സ്കോർ, സബ്ട്രാക്ട് ചെയ്താൽ പോരെ അല്ലെ. യെസ്, അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. യെസ്, 1440 മൈനസ്
1050. എത്ര വരാ? 0 3 4 5 പോയി കഴിഞ്ഞാൽ 9 3 അല്ലേ? അപ്പം 390 എന്ന് വന്നു. അപ്പൊ 390 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുതിയതായി നമ്മൾ ആഡ് ചെയ്ത 5 സ്റ്റുഡൻസിന്റെ സ്കോർ ആണ് 390. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഈ പുതിയതായി ആഡ് ചെയ്ത കുട്ടികളുടെ സ്കോറിന്റെ ആവറേജ് ആണ് കാണാൻ പറഞ്ഞത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ നമ്മൾ ആവറേജ് എങ്ങനെയാ കാണാ? യെസ്, ആവറേജ് നമ്മൾ കാണാം. നമുക്കറിയാം ആവറേജ് ഇസ് ഈക്വൽ ടു ആവറേജ് അല്ലെങ്കിൽ മീൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്കോർ അല്ലെ? ടോട്ടൽ സ്കോർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെ? ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ എത്രയാണ് നമുക്കിപ്പോ കിട്ടി? ആ ഒരു 5 സ്റ്റുഡൻസിന്റെ മാത്രം സ്കോർ നമ്മളിപ്പോ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 390 ആണെന്ന് കിട്ടി. 390 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? ന്യൂ സ്റ്റുഡൻസ് 5 ആണ്. സോ 5. സോ നമ്മളിത് ചെയ്ത് നോക്കുക. 390 ഡിവൈഡഡ് ബൈ 5 735 40. യെസ്, എത്രയാണ് ആൻസർ വന്നത്? 78. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് സ്കോർ ആദ്യം നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ടോട്ടൽ സ്കോർ 15 സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ കണ്ടുപിടിച്ചു. പിന്നെ 20 സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ കണ്ടുപിടിച്ചു. ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ആ ന്യൂ 5 സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ 390 ആണെന്ന് കിട്ടി. ഇതിന്റെ ആവറേജ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് നമ്മൾ 390 ഡിവൈഡഡ് ബൈ 5 ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ വന്നു? 78 എന്ന ആൻസർ വന്നു, വിച്ച് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cricket team has an average score of 250 runs in its first 5 matches. In the next 3 matches, they score an average of 270 runs. What is the team's average score across all 8 matches? A cricket team has an average score of 250 runs in its first 5 matches. അപ്പം ഒരു ക്രിക്കറ്റ് ടീമിന് ഫസ്റ്റ് 5 മാച്ചസിൽ അവർ 250 റൺസ് ആണ് ടോട്ടൽ എടുത്തത് അല്ലെ? 250 റൺസ് ആണ് ആവറേജ് സ്കോർ അവരുടെ. 250 റൺസ് ആണ് ആവറേജ് സ്കോർ. അത് കഴിഞ്ഞുള്ള 3 മാച്ചസിൽ നെക്സ്റ്റ് 3 മാച്ചസിൽ അവരുടെ ആവറേജ് സ്കോർ 270 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടീംസ് ആവറേജ് സ്കോർ അക്രോസ് ഓൾ 8 മാച്ചസ്? അങ്ങനെയാണെങ്കിൽ 8 മാച്ചിലും അവരുടെ ടോട്ടൽ ആവറേജ് സ്കോർ എത്രയാ വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? സോ ഫസ്റ്റ് 5 മാച്ചസിന്റെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് 5 മാച്ചസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 3 മാച്ചസിനെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് 3 മാച്ചസ്. ഓക്കെ, സോ ഫസ്റ്റ് 5 മാച്ചസിൽ നമുക്കറിയാം ആവറേജ് സ്കോർ 250 ആണ്. നമുക്കറിയാം ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് സ്കോർ ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്കോർ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് മാച്ചസ് ആണ് അല്ലെ? നമ്പർ ഓഫ് മാച്ചസ്, ഓരോ മാച്ചിലുള്ള സ്കോറുകൾ അല്ലെ? നമ്പർ ഓഫ് മാച്ചസ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആവറേജ് സ്കോർ എത്രയാണ് തന്നിട്ടുണ്ട്? 250 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മാച്ചസ് 5 ആണ് തന്നിട്ട് നമുക്ക് ഇതിന്റെ ടോട്ടൽ സ്കോർ കാണാൻ പറ്റുമല്ലോ. യെസ്, ടോട്ടൽ സ്കോർ ഇസ് ഈക്വൽ ടു എത്രയാണ് ആവറേജ് സ്കോർ കിട്ടിയത്? 250 റൺസ് ഇൻറ്റു നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ്? 5. അതായത് ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അല്ലെ? ഇതെന്താന്ന് എനിക്കറിയാം. സോ ഞാൻ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ടോട്ടൽ സ്കോർ കിട്ടും. അതാണ് ഞാൻ അപ്പൊ ചെയ്തത്. ഓക്കെ, സോ നമുക്ക് എത്ര ആൻസർ വന്നു? 1250 എന്ന് വരും. ഓക്കെ, 1250. ഇനി സിമിലർലി ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതേ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാലോ. ആവറേജ് സ്കോർ ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്കോർ ബൈ നമ്പർ ഓഫ് മാച്ചസ്. അതായത് ആ ഒരു നെക്സ്റ്റ് 3 മാച്ചസിൽ അവരെടുത്ത ടോട്ടൽ സ്കോർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മാച്ചസ്. ഇവിടെ 3 ആണ്. ആവറേജ് എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് ഒഴിവാക്കാം. ആവറേജ് എന്താ നമുക്ക് തന്നിട്ടുണ്ട്? 270 ആണെന്ന് തന്നിട്ടുണ്ട്. 270 ആണ് ആവറേജ് സ്കോർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്കോർ എത്ര വരിക? ടോട്ടൽ സ്കോർ ഇസ് ഈക്വൽ ടു 270 into 3 ചെയ്താൽ പോരെ? 270 into 3 which is equal to 810 എന്ന് വരും. ഓക്കെ, സോ ഫസ്റ്റത്തെ 3 മാച്ചസിൽ അവർ ടോട്ടലി സ്കോർ ചെയ്തത് 1250 ആണ്. അത് കഴിഞ്ഞുള്ള മാച്ചിൽ അവർ സ്കോർ ചെയ്തത് 810 ആണ് അല്ലെ? ടോട്ടൽ ആ ഒരു നെക്സ്റ്റ് 3 മാച്ചസിൽ ടോട്ടൽ സ്കോർ 810 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ടോട്ടൽ 8 മാച്ചസിലും അവർക്ക് ഉണ്ടായിരുന്ന ആവറേജ് സ്കോർ എത്ര ആയിരിക്കും എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമുക്ക് ടോട്ടൽ 8 മാച്ചിലെ ടോട്ടൽ സ്കോർ ഇപ്പൊ കിട്ടിയില്ലേ? ഫസ്റ്റ് 5 1250 ആയിരുന്നു, നെക്സ്റ്റ് 3 810 ആയിരുന്നു. അപ്പൊ നമ്മുടെ ടോട്ടൽ സ്കോർ എത്ര? ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി അല്ലെ? യെസ്, അപ്പം ടോട്ടൽ സ്കോർ ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്കോർ അക്രോസ് 8 മാച്ചസ്. ടോട്ടൽ സ്കോർ across 8 matches is equal to ഏതൊക്കെയാണ്? 1250 plus 810. that is 1250 plus 810 എത്ര വരിക? 0610 2060 എന്ന് വരും. ഓക്കെ, 2060 കഴിഞ്ഞോ? നമ്മുടെ ആൻസർ കഴിഞ്ഞോ? ഇല്ല, നമ്മളിപ്പോ ടോട്ടൽ സ്കോർ കണ്ടിട്ട് നമുക്ക് ആവറേജ് ആണ് കാണേണ്ടത്. സോ ആവറേജ് സ്കോർ
അല്ലേ? ആവറേജ് സ്കോർ അക്രോസ് 8 മാച്ചസ്. ആവറേജ് സ്കോർ is equal to 2060 divided by എത്ര ആയിരുന്നു number of matches? Totally 8 ആണ്. 8. So that is 2060 divided by 8. 2 times 16. 4 46. 5 times 40. 6 60. Yes, എത്ര വരാ? 48. 56 7ൽ വരും അല്ലേ? 56 4.0540. ഓക്കെ, സോ 257.5 എന്നാണ് നമുക്ക് ആവറേജ് സ്കോർ വരുന്നത്. ഫോർ ടോട്ടൽ 8 മാച്ചസിലെ ആവറേജ് സ്കോർ 257.5 എന്നാണ് വരിക, വിച്ച് ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഇതും ഈസി ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ ഓഫ് 5 numbers is 20. If one number is excluded, the mean of the remaining number becomes 23. Then the excluded number is. So നമ്മൾ ആദ്യം 5 numbers എടുത്തു, അതിന്റെ മീൻ എടുത്തു. മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവറേജ് പോലെ തന്നെ ഈ ഒരു 5 നമ്പേഴ്സിനെ ആഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ 5 ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. യെസ്, ഇഫ് വൺ നമ്പർ ഇസ് എക്സ്ക്ലൂഡ്, അപ്പൊ നമ്മൾ 5 numbers എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് അതിന് മീൻ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ നിന്ന് ഒരു നമ്പർ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീൻ എത്ര ആവുന്നുണ്ടെന്നാ പറയുന്നത്? 23 ആണ് ആവുന്നത്. ദെൻ ദി എക്സ്ക്ലൂഡഡ് നമ്പർ ഇസ്. അങ്ങനെയാണെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്ത നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് മീൻ ഓഫ് 5 numbers ആണല്ലേ. സോ മീൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം സം ഓഫ് നമ്പേഴ്സ് അല്ലെ, ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എത്ര നമ്പർ ആണ് നമ്മൾ എടുത്തത്? ഇവിടുത്തെ കേസിൽ 5 ആണല്ലേ. യെസ്, അപ്പൊ നമുക്കത് എഴുതാം, 5 തന്നെ എഴുതാം. യെസ്, ഡിവൈഡഡ് ബൈ 5. യെസ്, അപ്പൊ മീൻ എത്രയാന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 20. അപ്പൊ സം എത്രയാണ്? സം ഇസ് ഈക്വൽ ടു 20 into 5. കാരണം നമുക്ക് ഈ മീന് തന്നിട്ടുണ്ട് 20 ആണെന്ന്. ഓക്കെ, സോ സം ഇസ് ഈക്വൽ ടു 20 into 5 വിച്ച് ഇസ് ഈക്വൽ ടു 2 into 5 10 100 ആണെന്ന് കിട്ടി. ഓക്കെ, സമ്മ നമുക്ക് 100 ആണെന്ന് കിട്ടി. ഇനി എന്താണ് ചെയ്തത്? ഇതിൽ നിന്ന് നമ്മൾ ഒരു നമ്പർ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ മീൻ എത്രയായി? 23 ആയി. ഓക്കെ, ന്യൂ മീൻ ഇസ് ഈക്വൽ ടു 23 എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ മീൻ കാണുക? ഇങ്ങനെ മീൻ കാണുക. യെസ്, ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എത്ര നമ്പർ ആണ് നമ്മൾ ആഡ് ചെയ്തത് എന്നുള്ളതാണ് അല്ലേ. അപ്പം അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. സോ ഞാൻ ടോട്ടൽ സമ്മ് തന്നെ കൊടുക്കുകയാണ്. ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ആ? 5 numbers ഉണ്ടായിരുന്നു, അതിലൊന്ന് ഞാൻ റിമൂവ് ചെയ്തു. അപ്പൊ എത്രയായി? 4 ആയി. സോ 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സം എത്രയാ വരിക? ടോട്ടൽ സം, പുതിയ ടോട്ടൽ സം എത്രയാണ്? യെസ്, 23 into 4 ചെയ്താൽ മതി. എത്ര വരിക? 23 into 4, 3 into 4 12 8 9 92 എന്ന് വന്നു. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? നമുക്കിപ്പോ എന്താ സം എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് കിട്ടിയത് എന്താ? ആ ഒരു 5 numbers ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഉണ്ടാവുമായിരുന്നു. അതിൽ നിന്ന് ഒരു നമ്പർ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള സം എത്രയാണ്? 92 ആണ്. അങ്ങനെ അതിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ ഏത് നമ്പറാണ് ഒഴിവാക്കിയത് നമുക്ക് മനസ്സിലാവില്ലേ? യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 minus 92 എന്ന് ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് ആൻസർ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മീന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം നമ്മൾ 5 നമ്പേഴ്സിന്റെ ടോട്ടൽ സമ്മ് കണ്ടുപിടിച്ചു. പിന്നെ ഒരു നമ്പർ എക്സ്ക്ലൂഡ് ചെയ്താലുള്ള മീനും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഒരു 4 നമ്പേഴ്സിന്റെ ടോട്ടൽ സമ്മ് എത്രയാണെന്ന് കണ്ടു. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പർ ആണ് ഒഴിവാക്കിയതെന്ന് നമുക്ക് മനസ്സിലാവും. സിമ്പിൾ ആണ് അല്ലെ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The average weight of 4 students is 7 kg. The average weight of 4 students is 7 kg. If the weight of the teacher is included, the average is increased by 6 kg. The weight of the teacher is. Okay, so average weight of 4 students is 7 kg ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് ടീച്ചറിന്റെ വെയിറ്റും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് 6 kilogram ഇൻക്രീസ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ ഇസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമിലർ ടു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് അവർ ചോദിക്കുന്ന രീതി ജസ്റ്റ് മാറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ ആദ്യം നമുക്ക് ആ ഒരു സ്റ്റുഡൻസിന്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എത്രയാണെന്ന് കാണാം. നമുക്ക് കാണാൻ പറ്റില്ല, കാരണം മീനും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. യെസ്, സോ നമുക്കറിയാം ടോട്ടൽ ആവറേജ് വെയിറ്റ് എങ്ങനെയാ? നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് ഒന്നും കൂടി എഴുതാം. ആവറേജ് വെയിറ്റ് ഇസ് ഈക്വൽ ടു total weight ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ എടുക്കുന്നത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സോ ഇവിടുത്തെ കേസിൽ ടോട്ടൽ വെയിറ്റ് എങ്ങനെയാണെങ്കിൽ ഇത്ര വരിക, കാരണം നമുക്ക് ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് 7 into 6 അല്ലെ. 7 into 6 which is equal to 42. Yes, 42.
അപ്പൊ നമുക്ക് ടോട്ടൽ വെയിറ്റ് ആ 6 സ്റ്റുഡൻസ് 4 സ്റ്റുഡൻസ് ആണ് കേട്ടോ, സോറി 6 അല്ല 4 സ്റ്റുഡൻസ് ആണ് അല്ലെ, 4 സ്റ്റുഡൻസ് ആണ്. സോ 4 into 7 which is equal to 28 എന്ന് വന്നു അല്ലെ. 28 കിലോഗ്രാം ആണ് ഈ ടോട്ടൽ സ്റ്റുഡൻസിന്റെ വെയിറ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ ടീച്ചറിന്റെ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആവറേജ് 6 കിലോഗ്രാം ഇൻക്രീസ് ചെയ്തു. അതായത് 7 ഉള്ളത് ഇപ്പൊ എത്രയായി, 7 + 6 ആയി. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ന്യൂ ആവറേജ് എത്രയാണ് വരുന്നത്? ന്യൂ ആവറേജ് is equal to 7 + 6 which is equal to 13 കിലോഗ്രാം. ഓക്കെ, 13 കിലോഗ്രാം ആണ് ഇപ്പോഴത്തെ പുതിയ ആവറേജ് വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് കാണേണ്ടത് വെയിറ്റ് ഓഫ് ദി ടീച്ചർ ആണ്. ടീച്ചറിന്റെ വെയിറ്റ് അങ്ങനെയാണെങ്കിൽ എത്രയാണ്? അപ്പൊ നമ്മൾ ഒരാളെ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ, അതായത് ആ ഒരു വെയിറ്റ് നമുക്ക് ടോട്ടൽ വെയിറ്റിൽ കിട്ടില്ലേ? യെസ്. അപ്പം ന്യൂ ആവറേജ് is equal to 13 കിലോഗ്രാം ആണ്. ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് 4 സ്റ്റുഡൻസ് ആയിരുന്നു. ടീച്ചറും കൂടെ വന്നു കഴിഞ്ഞാൽ എത്രയായി? നമ്മുടെ നമ്പർ ഓഫ് ആൾക്കാര് 5 ആയി അല്ലെ. യെസ്. അപ്പം നമ്മൾ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്നുകൂടെ എഴുതി നോക്കാം. ആവറേജ് is equal to ടോട്ടൽ വെയിറ്റ് അല്ലെ, ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. നമ്പർ ഓഫ് പീപ്പിൾ, ഓക്കെ, സ്റ്റുഡൻസും ടീച്ചറും കൂടെ. യെസ്, നമ്പർ ഓഫ് പീപ്പിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? നമുക്ക് ആവറേജ് വെയിറ്റും അറിയാം, നമ്പർ ഓഫ് പീപ്പിളും അറിയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയാണ് വരുന്നത്? യെസ്, ആവറേജ് നമുക്ക് കിട്ടി 13 ആണെന്ന്. ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ ഇപ്പൊ എത്രയായി? 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ടീച്ചറും കൂടെ വന്നപ്പോൾ 5 ആയി. ഇത് എത്രയാ വരിക? 13 into 5 15 1 into 5 5 6 65 എന്ന് വന്നു. സോ 65 kg ആണ് ഇപ്പോൾ ഉള്ള ടോട്ടൽ വെയിറ്റ് കേട്ടോ. 65 kg ആണ് ടോട്ടൽ വെയിറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ടീച്ചറിന്റെ വെയിറ്റ് കാണാൻ പറ്റുക? യെസ്, നമ്മൾ ആ ഒരു ടീച്ചറിന്റെ വെയിറ്റ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത്. സോ നമുക്ക് ആ നേരത്തെ കിട്ടി 28 കിലോഗ്രാം ആയിരുന്നു. 65 ആണ് നമുക്ക് ന്യൂ വെയിറ്റ് ആയിട്ട് കിട്ടിയത്. സോ 65 - 28 ചെയ്ത് കഴിഞ്ഞാൽ 5 15 8 പോയി കഴിഞ്ഞാൽ യെസ് 15 8 പോയി കഴിഞ്ഞാൽ 7 and 3 എന്ന് കിട്ടും അല്ലെ. 37 കിലോഗ്രാം. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? 37 കിലോഗ്രാം ആണ് ടീച്ചറുടെ വെയിറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട അതേ ലോജിക് തന്നെയാണ്, അവർ ചോദിച്ച രീതി കുറച്ച് മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് വാസ് ഓൾസോ എ ഗുഡ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The average weight of a kid in a group of 20 is 30 kilogram. Okay, average weight of a kid in a group of 20 is 30 kilogram. അതായത് 20 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 20 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ 30 കിലോഗ്രാം ആണ് വന്നത്. അതാണ് പറയുന്നത്. When Sonu also joined them, the average became 31 kilogram. How much does Sonu weigh? So average weight ആദ്യം 20 കിലോഗ്രാം ആയിരുന്നു. സോനുയുടെ വെയിറ്റും കൂടെ നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്ത്, അതായത് സോനും കൂടെ ഈ ഒരു 20 സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആവറേജ് വെയിറ്റ് 31 ആയി. ഹൗ മച്ച് ഡസ് സോനു വേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആസ് ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഒരാളുടെ വെയിറ്റ് കൂടിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആളുടെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പം ആവറേജ് വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എന്താ? ഇനി ഞാൻ കുറെ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല. ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 20 സ്റ്റുഡൻസ് ഉള്ളപ്പം ടോട്ടൽ വെയിറ്റ് 20 സ്റ്റുഡൻസ് ഉള്ളപ്പോൾ എത്രയാണ്? 20 സ്റ്റുഡൻസ് ഇൻറ്റു ആവറേജ് എത്രയാണ് കിട്ടിയത്? 30 കിലോഗ്രാം. ദാറ്റ് ഈസ് 600 കിലോഗ്രാം അല്ലെ. 20 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, 30 എന്ന് പറയുന്നത് അവരുടെ ആവറേജ്. അപ്പൊ 600 കിലോഗ്രാം ആണ് ടോട്ടൽ. ഈ 20 സ്റ്റുഡൻസിന്റെയും വെയിറ്റുകൾ നമ്മൾ കൂട്ടിച്ചേർത്താൽ 600 കിലോഗ്രാം വരും. ഇതിലേക്ക് സോനുയുടെ വെയിറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആവറേജ് 31 ആയി അല്ലെ. യെസ്, അപ്പം ന്യൂ ടോട്ടൽ നമുക്ക് എഴുതാം. യെസ്, ന്യൂ ടോട്ടൽ വെയിറ്റ് is equal to, ഇപ്പൊ എത്ര കുട്ടികളായി? 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, സോനും കൂടെ വന്നു കഴിഞ്ഞാൽ 21 ആവും. ഓക്കെ, 21 എത്രയാണ്? ന്യൂ ആവറേജ് 31 ആണ് അല്ലെ. ന്യൂ ആവറേജ് 31 ആണ്. ആ 31 ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എത്ര വന്നു? 21 into 31 1 2 3 6 1 5 6 651 എന്ന് വന്നു. 651 കിലോഗ്രാം ആണ് ന്യൂ ടോട്ടൽ വെയിറ്റ് അല്ലെ. അപ്പൊ എന്താണ് സോനുവിന്റെ വെയിറ്റ്? എന്താണ്? ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 651 minus 600 which is equal to 51 kilogram. So 51 kilogram ആയിരുന്നു സോനുയുടെ വെയിറ്റ്. Okay, that was also a good question. So let's move on to the next question. The mean of 6 observations was found to be 46. Okay, mean of 6 observation was found to be 46. Later on, it was detected that an observation 46 was misread as 64. Then the correct mean of the observation is. So in the question പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 observation, അതായത് 6 numbers ഉണ്ടായിരുന്നു, 6 observation കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ 6 observations ഉണ്ടായിരുന്നു, അതിന്റെ മീൻ 46 ആണ്.
ലേറ്റർ ഓൺ പിന്നീട് നമ്മൾ കണ്ടെത്തി ഇറ്റ് വാസ് ഡിറ്റക്റ്റഡ് ദാറ്റ് ആൻ ഒബ്സർവേഷൻ 46 വാസ് മിസ്റെഡ് ആസ് 64. പിന്നെ നമ്മൾ കണ്ടെത്തി ഈ ഒരു 6 ഒബ്സർവേഷൻസിൽ ഒരു നമ്പർ ശരിക്കും 46 ആയിരുന്നു, പക്ഷെ അതിന് നമ്മൾ 64 എന്നാണ് നമ്മൾ വായിച്ചു പോയത്. അതായത് നമ്മൾ മീൻ എടുക്കുമ്പം 46 ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ 64 ആണ് ആഡ് ചെയ്ത് പോയത്. അങ്ങനെയാണെങ്കിൽ then the correct mean of the observation is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. 6 ഒബ്സർവേഷൻസ് ഉണ്ട്, 1 2 3 4 5 6 ഇങ്ങനെ 6 ഒബ്സർവേഷൻസ് ഉണ്ട്, കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 6 നമ്പേഴ്സ് ഉണ്ട്. ഇതിന് മീൻ എടുത്തു കഴിഞ്ഞപ്പോൾ 46 ആണ് വന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാല് ഇവിടെ 46 എന്നുണ്ട് 46 എന്നായിരുന്നു ശരിക്കും ഉണ്ടാവേണ്ടത്. പക്ഷെ ഞാൻ ഇത് 64 എന്നാണ് വായിച്ചു പോയത്. അപ്പൊ ഞാൻ 64 അതായത് 64 പ്ലസ് ഈ നമ്പർ പ്ലസ് ഈ നമ്പർ പ്ലസ് ഈ നമ്പർ പ്ലസ് ഈ നമ്പർ ഇങ്ങനെയാണ് ഞാൻ ആവറേജ് കണ്ടുപിടിച്ചത്. പക്ഷെ ശരിക്കും 64 അല്ലായിരുന്നു, 46 ആയിരുന്നു ഞാൻ എടുക്കേണ്ടത്. തെറ്റി വായിച്ചു പോയതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മീൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതെങ്ങനെയാ കാണാൻ പറ്റുക? യെസ്, അപ്പൊ നമുക്കറിയാം മീൻ എന്ന് പറയുന്നത് we know mean is equal to total അല്ലെ, total sum of observation, right? Total sum of observation divided by number of observation ആണ് അല്ലെ, number of observation. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തു പോയത്? നമ്മൾ 46 പകരം 64 ആണ് ആഡ് ചെയ്ത് പോയത്. അതായത് നമ്മുടെ ടോട്ടൽ സമ്മിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ മാറിയിട്ടില്ല, ജസ്റ്റ് ടോട്ടൽ സം അപ്പം വ്യത്യാസം വന്നു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ സം എത്രയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്? ആദ്യം നമുക്ക് ഇതിന് ടോട്ടൽ സം കണ്ടെത്താം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു മീനിൽ നിന്ന് ടോട്ടൽ സം കണ്ടെത്താം. എത്രയാണ് ടോട്ടൽ സം വരിക? ടോട്ടൽ സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 6 ആണ്, റൈറ്റ്? ഇൻറ്റു മീൻ നമുക്ക് തന്നിട്ടുണ്ട് 46 ആണെന്ന്. ഓക്കെ, സോ 46 ഇൻറ്റു 6 36, 4 ഇൻറ്റു 6 24 ആൻഡ് ദെൻ 27 276. അപ്പൊ 276 ആണ് ടോട്ടൽ സം. അതായത് തെറ്റിപ്പോയി നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ സം 276 ആണ്. മനസ്സിലായോ? അതായത് മീൻ നമുക്ക് തന്നിട്ടുണ്ട് മീൻ 46 ആണ്, 6 ആണ്. ഇതിലൊരു ഒറ്റ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 46 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ ആഡ് ചെയ്തത് 64 ആയിട്ടാണ്. അല്ല, 64 എന്നാണ് നമ്മൾ തെറ്റി ആഡ് ചെയ്ത് പോയത്. പക്ഷെ ശരിക്കും 46 ആയിരുന്നു വരേണ്ടത്. അപ്പൊ എന്താണ് പ്രശ്നം? ഈ ഒരു 276 64 നമുക്ക് വേണ്ട, പക്ഷെ 46 വരണം. മനസ്സിലായോ? 276 64 ആണ് ഉള്ളത്, പക്ഷെ നമുക്ക് 64 അല്ലായിരുന്നു ആ സമ്മിൽ വരേണ്ടത്, 46 ആയിരുന്നു വരേണ്ടത്. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യാ? യെസ്, ഈ ഒരു 276 എന്ന് ഞാൻ 64 സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 64 സബ്ട്രാക്റ്റും ചെയ്യണം. എന്ത് ആഡ് ചെയ്യണം? 46 ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്, 46നെ ആഡും ചെയ്യണം. മനസ്സിലായോ? യെസ്, അപ്പൊ നമുക്ക് ആദ്യം 276 മൈനസ് 64 ചെയ്യാം. 276 മൈനസ് 64 എത്ര വരാ? 212. ഓക്കെ, 212 എന്ന് വന്നു. ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? 46 ആഡും ചെയ്യണം. സോ 852 258 എന്ന് വന്നു. സോ എന്താണ് നമ്മുടെ ശരിക്കത്തെ ടോട്ടൽ സം എന്തായിരുന്നു വരേണ്ടത്? ടോട്ടൽ സം കറക്റ്റ് ടോട്ടൽ സം അല്ലെ, ഇവിടെ തന്നെ എഴുതാം. കറക്റ്റ് ടോട്ടൽ സം is equal to 258 അല്ലെ, 258. അങ്ങനെയാണെങ്കിൽ മീൻ എത്ര വരിക? മീൻ is equal to, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം അല്ലെ, കറക്റ്റ് മീൻ is equal to, ഇപ്പൊ നമ്മുടെ കറക്റ്റ് ടോട്ടൽ സം എത്രയാണ്? 258. എത്രയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്? 6 ആണ് അല്ലെ, 6 ആണ്. സോ ലെറ്റ്സ് ഡിവൈഡ് ആൻഡ് സീ. 258 divided by 6, 4 times 24, 118, 3. യെസ്, സോ 43 ആണെന്ന് നമുക്ക് വന്നു. സോ നമ്മുടെ കറക്റ്റ് മീന് 43 ആയിരുന്നു, വിച്ച് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ടോട്ടൽ സമ്മിൽ നമുക്കൊരു തെറ്റ് പറ്റി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ തെറ്റ് പറ്റിയ നമ്പറിനെ ഒഴിവാക്കി നമുക്ക് വേണ്ടിയിരുന്ന കറക്റ്റ് നമ്പറിനെ ഞാൻ ആഡ് ചെയ്തു. അതാണ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ മോഡ് ഇസ് ഓൾവേസ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഇൻ എ ഡേറ്റ. അടുത്തത് ദ മീൻ ഇസ് ഓൾവേസ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഇൻ എ ഡേറ്റ. ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ നേരത്തെ കണ്ടതുപോലെ 3 3 3 4 4 ഇങ്ങനെ കുറച്ച് ഡാറ്റ. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും, അതായത് ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഓരോ സ്ഥലത്ത്, അതായത് കോഴിക്കോട് നിന്ന് 3 കുട്ടികൾ, കൊല്ലത്ത് നിന്ന് 3 കുട്ടികൾ, അതുപോലെ കണ്ണൂരിൽ നിന്ന് 3 കുട്ടികൾ, അങ്ങനെയുള്ള ഒരു ഇതാണെന്ന് വിചാരിക്കും. ഒരു ക്ലാസ്സിൽ ഓരോ സ്ഥലത്ത് നിന്നുള്ള കുട്ടികളുടെ ഒരു ഡാറ്റ ആണെന്ന് നമുക്ക് ജസ്റ്റ് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുമ്പോൾ 3 എന്ന് പറയുന്ന നമ്പറാണ് കൂടുതൽ തവണ വന്നത് അല്ലെ. 3 എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ ആണ് കൂടുതൽ തവണ വന്നത്. നോക്കിക്കേ, 1 2 and 3 3 times 3 വന്നു. 4 നോക്കിക്കേ,
2 ടൈംസ് 4 വന്നു, 5ഉം 6ഉം ഓരോ ടൈമാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഗിവൺ ഡാറ്റയിൽ 3 എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ കൂടുതൽ തവണ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡാറ്റയുടെ മോഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് അതിനാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയിൽ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഒബ്സർവേഷൻ ഏതാണ്, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്ന് ഒരു 3 ഞാൻ ഒഴിവാക്കി എന്ന് വിചാരിക്കുക. ഇനിയിപ്പോ ഇതാണ് എന്റെ ഡാറ്റ. ഓക്കെ, ഞാനൊരു 3 ഒഴിവാക്കി. അപ്പൊ നോക്കിക്കേ, 3 2 ടൈംസ് വന്നിട്ടുണ്ട്, ആൻഡ് 4ഉം 2 ടൈംസ് വന്നിട്ടുണ്ട്, 5ഉം 6ഉം ഓരോ ടൈമാണ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോ ഏതാണ് കൂടുതൽ ടൈം വന്നിട്ടുള്ളത്? 3ഉം 4ഉം ഒരുപോലെ തന്നെ 2 ടൈംസ് വന്നിട്ടുണ്ടല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ തവണ വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റയുടെ മോഡ് നമ്മൾ 3ഉം 4ഉം ആണെന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് മോഡും വരാം, അതിനും കുഴപ്പമില്ല. ഓക്കെ, സോ മോഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ കൂടുതൽ തവണ വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എന്തായാലും നമ്മുടെ തന്നിരിക്കുന്ന ഡാറ്റയത്തെ ഒരു നമ്പർ തന്നെ ആയിരിക്കണമല്ലോ. യെസ്, അതുകൊണ്ട് ഓപ്ഷൻ അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മോഡ് എന്നുള്ളത് നമ്മുടെ ഡാറ്റയിൽ ഒരു നമ്പർ തന്നെ ആയിരിക്കും. അടുത്തത് പറയുന്നത് മീൻ നമ്മുടെ ഡാറ്റയിലെ ഒരു നമ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായിരിക്കുമോ? നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്റെ മീൻ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം അല്ലെ. 1 2 3 4 5 6 നമ്പേഴ്സ് ആണുള്ളത്. 3 + 3 എങ്ങനെ മീൻ കാണാം? മീൻ ഇസ് ഈക്വൽ ടു 3 + 3 + 4 + 4 + 5 + 6 ഇങ്ങനെയല്ലേ നമ്മൾ മീൻ കാണാ? ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട്? 6 നമ്പേഴ്സ് ആണ് ഉള്ളത് അല്ലെ. തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം ആഡ് ചെയ്യുക, ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണുള്ളത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ 3 + 3 9 6 6 + 4 10 10 + 4 14 14 + 6 20 25 എന്ന് വന്നു. സോ 25/6 എന്ന് വന്നു. യെസ്, 25/6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പർ ആണ് കിട്ടുക. എന്തായാലും ഇതിലുള്ള നമ്പർ ആയിരിക്കില്ല. 3 3 4 4 5 6 എന്നുള്ള അതിലുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കോ? അല്ല, ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പർ ആണ് ആൻസർ വരെ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഒരു നമ്പർ അല്ല ഇത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് മീൻ എന്തായിരിക്കണം? മേ ബി ചില സമയത്ത് നമ്മൾ ഇങ്ങനെ മീൻ കണ്ടെത്തിയാൽ നമ്മുടെ ഒബ്സർവേഷനിൽ ഒരാൾ തന്നെ ആവാം, നമ്മുടെ ഡാറ്റയിലുള്ള ഒരു നമ്പർ തന്നെ ആവാം. പക്ഷെ എപ്പോഴും അങ്ങനെയാണെന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഓക്കെ, സോ ഇത് തെറ്റാണ്, ഇത് പറയുന്നത് തെറ്റാണ്. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? പി ഇസ് ട്രൂ, ക്യൂ ഇസ് ഫോൾസ് അല്ലെ. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, ക്യൂ എന്നുള്ളത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ അത് ഈസി ആണ്. ഇപ്പൊ നമ്മൾ മോഡ് എന്താണെന്നും കൂടെ കണ്ടു അല്ലെ. മീൻ എന്താ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ കണ്ടു, ഇപ്പൊ മോഡ് എന്താണെന്നും കൂടെ ഉള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, last question. The ratio of the number of students passing in the entrance exam for city B to those failing from city E. റേഷ്യോ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. റേഷ്യോ എന്തിന്റെയൊക്കെ റേഷ്യോ? സിറ്റി ബിയിൽ പാസ്സായിട്ടുള്ള ആൾക്കാരും സിറ്റി ഇയിൽ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെയും റേഷ്യോ. സോ നമുക്ക് അവിടെ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ടല്ലേ. ബാർ ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ബാർ ഗ്രാഫിൽ നമ്മൾ ഇങ്ങനെ കാണിക്കും. അതായത് ഇപ്പൊ ഇവിടെ സിറ്റി എ നോക്കിക്കുക, ഇതാണ് സിറ്റി എ. സിറ്റി എയിൽ ഈ ഒരു ഡാർക്ക് കളർ കൊണ്ട് കാണിക്കുന്ന ഈ ഒരു ബാർ എന്താണ്? പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അതാണ് ഇവിടെ ഒരു ഡാർക്കിന് പാസ് എന്നും ആ ഒരു വൈറ്റ് കളറിന് ഫെയിൽ എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഡാർക്ക് കളർ എവിടെയാണ് സിറ്റി എന്റെ സ്റ്റോപ്പ് ചെയ്യുന്നത്? അവിടെ 30. അതിന്റെ അർത്ഥം എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 1000 ആണ്. സൈഡിൽ കണ്ടോ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ തൗസൻഡ്സ്. അപ്പൊ അവിടെ 5 എന്ന് പറയുന്നത് ശരിക്കും 5000 ആണ്. ഓക്കെ, 10 എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, സോ എ പറയുന്നത് സിറ്റി എയിൽ ഈ ഒരു ഡാർക്ക് കളർ പോർഷൻ, ദാറ്റ് ഈസ് സ്റ്റുഡൻസ് പാസ് ആയിട്ടുള്ളത് കാണിക്കുന്നത് 30യിലാണ് അവസാനിക്കുന്നത്. ദാറ്റ് ഈസ് 30,000 സ്റ്റുഡൻസ്. ഓക്കെ, അതുപോലെ ഫെയിൽ ആയതോ ഈ വൈറ്റ് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് 20യിൽ. സോ 20,000 സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിറ്റി ബിയും സിറ്റി ഇയും, സിറ്റി ബിയിൽ പാസ് ആയിട്ടുള്ളത് സിറ്റി ഇയിൽ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എങ്ങനെയാ നമ്മൾ കാണുക? സിറ്റി ബി നമ്മൾ ആദ്യം നോക്കുക. സിറ്റി ബിയിൽ പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെ, എൻട്രൻസ് എക്സാമിന് പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. സോ ദാറ്റ് ഈസ് ഡാർക്ക് കളർ. ബി എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? യെസ്, ഇവിടെയാണ് 25ലാണ്. സോ 25. സോ നമ്മൾ 1000, കാരണം എല്ലാം തൗസൻഡ്സിലാണ്. സോ വീണ്ടും 1000 എഴുതണ്ട. സോ 25 എന്ന് നമ്മൾ എടുത്തു. 25:2 റേഷ്യോ ആണ്. എന്തിനോടാണ് റേഷ്യോ? സിറ്റി ഇയിൽ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെ. സിറ്റി ഇ ഇതാണ്. സിറ്റി ഇയിൽ ഫെയിൽ ആയിട്ടുള്ളതാണ് ഈ വൈറ്റിൽ കാണിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഹിയർ അല്ലെ. 20യിലാണ് അത് നിൽക്കുന്നത്. സോ 25:20 എന്നാണ് റേഷ്യോ വരേണ്ടത്. സോ നമ്മുടെ ആൻസർ നോക്കിക്കുക, അതിലുണ്ടോ 25:20 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, നമുക്ക് ഇതിനെ കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാം? 25:20 എന്ന് എന്താ മീൻ ചെയ്യുന്നത്? 25 ഡിവൈഡഡ് ബൈ 20 എന്ന് നമുക്ക് പറയാം. ഓക്കെ, 25:20 എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ ഫ്രാക്ഷൻസിലേക്ക് എഴുതുമ്പോൾ 25/20 എന്ന് എഴുതാം. ഓക്കെ, 25 എനിക്ക് എങ്ങനെ എഴുതാം? 5 × 5 എന്ന് എഴുതാം. ഓക്കെ, 5 × 5 എന്ന് എഴുതാം. അതുപോലെ 20 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
5 into 4 എന്ന് എഴുതാലോ. 5 into 4 20 ആണ്. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആരുണ്ട് കോമൺ ആയിട്ട്? 5 കോമൺ ആയിട്ടുണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്തു. സോ ആൻസർ എത്ര വന്നു? 5/4 എന്ന് വന്നു. ഓക്കെ, 25/20 എന്തിനോട് ഇക്വലന്റ് ആണ്? 5/4നോട് ഇക്വലന്റ് ആണ്. അപ്പം 5/4നെ ഞാൻ ഇങ്ങനെ റേഷ്യോയിലേക്ക് ആക്കി എഴുതാം. ജസ്റ്റ് നമ്മൾ 25:20 ആക്കിയതുപോലെ 5/4ന് എനിക്ക് 5:4 എന്ന് എഴുതാം. 5:4. ഓക്കെ, സോ 5:4 എന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി 25:20യെ നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ 5:4 ആണ് ആയത്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുക. ഇത് മനസ്സിലാവാത്ത ആൾക്കാർ കേട്ടോ, ഫ്രാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ കോമൺ ആക്കി എടുത്തതും ഇക്വലന്റ് ഫ്രാക്ഷൻ ഒക്കെ എങ്ങനെയാണ് പറഞ്ഞതൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സോ അതും കൂടെ ഒന്ന് കാണാം. യെസ്, സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ക്വസ്റ്റിനോട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ മീൻ, മോഡ് എന്നുള്ള ടോപ്പിക്സിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. സോ നിങ്ങൾ എല്ലാവരും NSMCക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഈ എക്സാം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, ദിസ് ഇസ് എ ചാമ്പ്യൻഷിപ്പ് എക്സാം. ഇത് എന്തിന്റെ എക്സാം ആണ്? നിങ്ങളുടെ പോലുള്ള മിടുക്കരായ കുട്ടികൾക്ക് അല്ലെ, സയൻസിലും മാത്സിലൊക്കെ നിങ്ങളുടെ പോലെ തന്നെ മിടുക്കരായ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒട്ടാകെ കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. അതിന്റെ ലാസ്റ്റ് ഡേ ഓഫ് രജിസ്ട്രേഷൻ 10 ഒക്ടോബർ ആണ്. സോ എന്തായാലും മറക്കാതെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഇനിയും ഈ വീഡിയോസ് ഒക്കെ ഇനിയും വരുന്നതാണ്. സോ do register and watch all our videos. Thank you so much for watching. Bye bye.